ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വന്നേക്കണത് മൈൻക്രാഫ്റ്റിന്റെ എപ്പിസോഡായിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിലും കാര്യങ്ങളും നമ്മൾ ഒരു ബ്രിഡ്ജും കാര്യങ്ങളും സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ആ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാനിവിടെ 2 എപ്പിസോഡ് എടുത്ത്, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. കാരണം മടിയായിരുന്നു എനിക്ക് അപ്ലോഡ് ചെയ്യാൻ. അതിന്റെ വല്ല റീപ്ലേ മോഡും കാര്യങ്ങളും കിട്ടുകയാണ് ഞാൻ ഇട്ടേക്ക. നമ്മൾ എന്തൊക്കെ 2 എപ്പിസോഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് സിസ്റ്റം കാര്യങ്ങൾ സെറ്റ് ചെയ്ത്, പിന്നെ ഒരു ഓട്ടോമാറ്റിക് ഫ്രീ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് TNT ഡൂപ്പ് ചെയ്ത് വന്ന് ഇവിടെ നിന്ന് പൊട്ട് അങ്ങനെ വുഡ് മാത്രം ഇങ്ങനെ വീണ് ഇവിടെ വന്നത്. പക്ഷെ എനിക്കിത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന വുഡ് മാത്രം പൊട്ടൂലേ. അതിന്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഞാൻ പൊട്ടിച്ചാണ്ട് കാട്ടുകളയും. പിന്നെ നമ്മൾ സ്റ്റോറേജ് സെറ്റ് ചെയ്ത് ഇവിടെ എല്ലാം കളക്ട് ചെയ്ത് മര്യാദക്ക് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫുള്ളായിട്ട്. അങ്ങനത്തെ ഒരുപാട് പരിപാടി ചെയ്ത് പിന്നെ നമ്മുടെ മൈനിങ്ങിനൊക്കെ പോയി ഒരുപാട് ഡയമണ്ട് എമറാൾഡ് മൈനിങ്ങിന് പോയല്ലേ, എമറാൾഡ് മറ്റേന്ന് മേടിച്ച് വില്ലേജസിന്റെ മേടിച്ച് കിട്ടിയത്. ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ചെയ്ത് പിന്നെ അവിടെ മൂവ് ഫാം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നന്നായിട്ട് എക്സ്പിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നല്ല വർക്കിംഗ് ആയിട്ടുള്ള മൂവ് ഫാം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഡയമണ്ട് ഒന്നും പോരാ, അതിന്റെ വലിയ ഓട്ടോമാറ്റിക് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതിനുവേണ്ടിയുള്ള റിസോഴ്സസും കാര്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ച് നമ്മൾ വേണ്ട ഈ ഏഷ്യൻ ഡബ്ല്യു ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം ചത്ത്. ആ ബെഡ് ഒട്ടിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം ചത്ത്. അങ്ങനെ ഞാൻ 10 ഏഷ്യൻ ഡബ്ല്യു കൊണ്ടുവന്നതിൽ 3 നമ്മൾ ഇങ്ങോട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എണ്ണ ഇവിടെ ഇരിക്കണ്ട. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ടൈം ലാപ്സും കാര്യങ്ങളൊന്നും എടുക്കൂല. കറക്റ്റ് ഞാൻ എന്തൊക്കെ ചെയ്യണെന്നുള്ള വീഡിയോ ഇട്ട് തന്നെ കാണിച്ചു തരാൻ പോകണേ. ഓക്കെ, അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടില്. ഓക്കെ, നമ്മ അങ്ങനെ മൈനിങ് ഏരിയയിലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ടോർച്ച് എടുത്തില്ല, ബാക്കിയൊക്കെ എടുത്ത് ഞാൻ. ടോർച്ച് എടുക്കാണ്ടാ വന്നത്. എന്താ ചെയ്യേ, ഇനി മേലോട്ട് ടോർച്ച് എടുത്ത് വരാനും വയ്യ. ഇതിനെ പൊട്ടിച്ചെടുക്ക. ഏത്? ഓക്കെ, സെറ്റ്. ഓക്കെ, സെറ്റ്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനു മുമ്പ് നമ്മളിവിടെ ഒരു കുഴിയും കാര്യങ്ങളൊക്കെ കുഴിക്കണം. അതിനു മുമ്പേ ഞാൻ പറ്റിയ സ്ഥലം നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഇട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് നമുക്ക് പിക്കാക്സ് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കുഴിച്ചു തുടങ്ങാം. ഇവിടെ 5 ബ്ലോക്ക്, 1 2 3 4 5 എന്നിട്ട് 4 ബ്ലോക്ക് ഹൈറ്റ്, 4 ബ്ലോക്ക് ഹൈറ്റ്. എന്നിട്ട് അങ്ങാട്ട് ഇവിടെ തുടങ്ങാം. അങ്ങാട്ട് 17 ബ്ലോക്ക്. അപ്പൊ 1 2 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 16 17 ഒരു ബ്ലോക്കും കൂടി ഇരിക്കട്ടെ. നമുക്കൊരു സേഫ്റ്റിക്ക് ഏത്. എന്നിട്ട് ഇത് മൊത്തം നമുക്കൊന്ന് ബ്ലോക്ക് മൊത്തം കുഴിച്ചങ്ങ് എടുക്കണം. ഗൈസ്, മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഡയമണ്ട് കിട്ടി. പക്ഷെ എന്റെ ലക്ക് നോക്ക്. അപ്പൊ ഇന്ന് എനിക്ക് എന്തോ ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇത്തിരി കൂടി ഡയമണ്ട് കിട്ടാൻ ചാൻസ് ഞാൻ കാണുന്നു. അപ്പൊ നമ്മ മൊത്തം കുഴിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തടച്ചു വെച്ചേക്കാം. എന്തായാലും ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. അപ്പൊ എന്തായാലും അടച്ചും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഇനി മെഷീൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് സോളിഡ് ബ്ലോക്കും കാര്യം എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ടോർച്ച് ഇപ്പൊ ഒന്നും ആവശ്യമില്ല. ആദ്യം തന്നെ ഈ സമയം ഇവിടെ 3 ഡബ്രിയും കാര്യങ്ങളും ഇങ്ങനെ നിരത്തി വെക്കാം. അതിന്റെ ബാക്കിൽ സോളിഡ് ബ്ലോക്ക് 3 പിന്നെ നിരത്തി വെക്കാം. എന്നിട്ട് പിസ്റ്റൺ എടുക്കണം. പിസ്റ്റനും ഒബ്സർവറും പിന്നെ എന്തോന്നാ, ഇതൊന്നും ഇപ്പൊ ആവശ്യമില്ല. പിസ്റ്റണും എടുക്കാം ആദ്യം. എന്നിട്ട് ആദ്യം ഒബ്സർവർ വെക്കാം ഇവിടെ. എന്നിട്ട് പിസ്റ്റൺ വെക്കാം. ഞാൻ ഒരു TNT എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് ഞാൻ പോയി എടുത്തിട്ടും വന്നോളാം. ഇപ്പൊ എടുക്കാനുള്ള ഇത് ആദ്യം മൊത്തം ബിൽഡ് ചെയ്ത് വേണ്ടി എടുക്കണുള്ളൂ. ഇതായിരിക്കും നല്ലതല്ലെങ്കിൽ വല്ല പണിയും കിട്ടിയാലോ. എന്നിട്ട് ഇത് സ്ലാബും നമുക്ക് ഇതും എടുക്കണം. ഈ സ്ലാബും മറ്റേ വാളും സ്ലാബും വാളും എടുക്കുമ്പോൾ അത് നീങ്ങി തുടങ്ങും. എന്നിട്ട് ഇവിടെ ഒരു സ്ലാബ് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇതിങ്ങനെ വെക്കാം, ഇതിങ്ങനെ വെക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് TNT ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ബ്രെയിൻ്റെ സാധനം വെക്കണം. ഇതിപ്പോ തന്നെ വെച്ചിട്ടും പോയേക്കാം. എന്നിട്ട് നമുക്ക് നേരെ പോയി TNT ഇങ്ങനെ എടുത്തു മഞ്ഞോ. TNT എടുത്തു മഞ്ഞ മുമ്പ് നമുക്ക് ഇവിടെ മെഷീന്റെ എഞ്ചിനും കാര്യങ്ങളും സെറ്റ് ചെയ്യും. ഇങ്ങനെ ഒബ്സർവർ ഇത് ഇങ്ങനെ നോക്കിയിരിക്കണ രീതിയിൽ വെക്കാം. എന്നിട്ടൊരു സ്ലൈം വെക്കാം, ഇത് സ്റ്റിക്കിങ് പിസ്റ്റം വെക്കാം. എന്നിട്ടൊരു പിന്നെ സ്ലൈം വെക്കാം. എന്നിട്ട് കയറി നിന്നിട്ട് ഇങ്ങനെ കയറി നിന്നിട്ട് ഇതിങ്ങനെ ഒരു പിസ്റ്റൺ, എന്നിട്ട് പിന്നെ സ്ലൈം, എന്നിട്ട് പിന്നെ എന്തോന്നായിരുന്നു ഞാൻ മറന്നുപോയില്ലേ.
പിന്നെയും പിസ്റ്റൺ മറന്നുപോയി. പിന്നെയും പിസ്റ്റൺ, എന്നിട്ട് ഒരു നോട്ട് ബ്ലോക്ക് എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ വെക്കുക, എന്നിട്ട് ഒരു ഒബ്സർവർ ഇതിങ്ങനെയും വെക്കുക. ഇപ്പൊ ഇതിന്റെ എഞ്ചിനും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി പോയിട്ട് TNTയും കാര്യങ്ങളും എടുത്തു പോകാൻ. TNT എടുത്തൊന്ന് വന്നിട്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ TNTയും കാര്യം എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. നമ്മ TNTയും കാര്യങ്ങളും എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മ 3 TNTയും കാര്യം എടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. അയ്യോ, അയച്ച് പൊട്ടി തെറിച്ചു. എന്നിട്ട് നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ മേലെ ഇവിടെ സ്ലൈം വെക്കുക, എന്നിട്ട് ഇവിടെ ഇത് വെക്കുക, എന്നിട്ട് ഇത്തിരി ബ്ലോക്കും കാര്യം എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു പരിപാടി ഇവിടെ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് വർക്ക് ചെയ്യാൻ സാധ്യത തെറ്റാ ഞാനിത് നോക്കിയെന്നുള്ളൂ. ഈ ഒബ്സർവർ കണക്ക് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഒരു ഒബ്സർവർ എനിക്ക് ഇപ്പോഴും ബാക്കി വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ഡിറ്റക്ടർ റെയിലിങ്ങനെ വെക്കുക, എന്നിട്ട് ഇവിടെ മൈൻ കാർട്ട് വെക്കുക, എന്നിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഒരു റെസ്റ്റോറൻ്റ് ടോർച്ചും വെക്കുമ്പോൾ ഇതങ്ങോട്ട് പുഷ് ആവും കൈസ്. അല്ലാണ്ട് തന്നെ നമ്മൾ വെക്കാൻ നോക്കുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്ത് ഇവിടെ വെച്ചാൽ TNTയും കാര്യങ്ങളും പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് അങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ മെഷീനും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വർക്കാവോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തായാലും ഫ്രണ്ടിൽ നിന്ന് ഒരു തിരിമ്പോക്ക് മാറ്റി വെച്ച സേഫ്റ്റി. എന്നിട്ട് നമുക്ക് ഓടി വന്നിട്ട് വേണമെങ്കിൽ ഇതിലിരുന്ന് ഓടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതൊറ്റ ക്ലിക്ക് കൊടുത്താൽ ഡൂപ്പായി പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും ഉണ്ടാ ഒന്നുമില്ല. എന്നിട്ട് ഒരു ഞെക്കൊഴിഞ്ഞ കൊടുക്കുക. ഇപ്പോഴെന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഇപ്പോഴാ അടുത്ത് നിൽക്കണ്ട. കിട്ടി സെൽ ടച്ച് അല്ലേ? സെൽ ടച്ച്. ഓക്കെ, നമ്മുടെ മെഷീനും കാര്യങ്ങളും അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഇത്തിരി നേരവും കാര്യങ്ങളും ഇവിടെ ഇരുന്നൊന്നും മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പം നിങ്ങൾ എന്തായാലും പോയി അടുത്ത എപ്പിസോഡിലും കാര്യങ്ങളും എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ സംഭവം അങ്ങനെയൊന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡ് കാണാം. എല്ലാവർക്കും ബൈ.